അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. കുവൈത്തിലുള്ള നമ്മളെ സഹോദരന്മാർക്ക് കേട്ടോ, ഞാൻ കുവൈത്തിൽ നിന്ന് ബോംബെ വഴി കേരളത്തിലേക്ക് പോയി. ഇപ്പോൾ ഭയങ്കര ടിക്കറ്റ് റേറ്റ് അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടിയത് 65 ടിക്കറ്റാണ് കിട്ടിയത് കുവൈത്തിൽ നിന്ന് ബോംബെയിലേക്ക്. പിന്നെ അവിടുന്ന് ട്രെയിന് പോകാമെന്ന് വിചാരിച്ചിട്ട് AC കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3A AC എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തു. 10 ടിക്കറ്റ് വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കൺഫേം ആയി. അങ്ങനെ കുവൈറ്റിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നാട്ടിലേക്ക് പോണ വീഡിയോ ആണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് കേട്ടോ. എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഞാൻ. കുവൈറ്റിൻ്റെ ഫ്ലൈറ്റൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറാൻ പോണു. രണ്ടാമതും നമ്മളെ എയർപോർട്ടിൽ ഇറാൻ്റെ ഭീഷണി ബോംബ് ഇട്ടല്ലോ. അതിന് ശേഷം ഇതിന് മുന്നെയാണ് ഈ ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തത്. ടെർമിനൽ 1 ഓപ്പൺ ആയതിന് ശേഷം മുമ്പാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ ഒരു കുറവ് വന്നിരുന്നു, ഒരു ഓഫർ ടിക്കറ്റ് കുവൈറ്റ് റൈസ് ഇട്ടിരുന്നു. അങ്ങനെയാണ് ആ ടിക്കറ്റ് എടുത്ത് വെച്ചത്. പോകാൻ പറ്റുമെങ്കിൽ പോവാം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. അങ്ങനെ എടുത്തു. ഫ്ലൈറ്റൊക്കെ പൊന്തി അൽഹംദുലില്ലാഹ് നേരെ ശിവാജി ടെർമിനൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു മറ്റേ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടല്ലോ, അതിലൊരു റിക്ഷ ബുക്ക് ചെയ്തു. നേരെ റാപ്പിഡോയിൽ ബുക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അവിടുന്ന് ഒരു 200 രൂപയുടെ ഓട്ടോറിക്ഷ ചാർജ് കൊടുത്തു. നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. രാത്രിയാണ് ഇറങ്ങിയത്. ഒരു 6 മണിയായി ഇറങ്ങുമ്പോൾ. നേരെ ഉള്ളിൽ കയറി കുത്തിരുന്നു. അതിനുശേഷം ഒരു വെളിച്ചമൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച, ഓട്ടോറിക്ഷ കണ്ട ഒരു പുതിയൊരു മോഡൽ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടുന്ന് ട്രെയിനിൽ കയറി. അപ്പോഴത്തേന് ട്രെയിനൊക്കെ വന്നു. ട്രെയിനിൽ കയറി. നല്ലൊരു യാത്രയായിരുന്നു. AC ബുക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു കംഫർട്ടുള്ള ഒരു യാത്രയായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് കേരളത്തിലോട്ട് തൃശ്ശൂർക്കാണ് ഞാൻ പോണേ. തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാലോ, ട്രെയിനിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്യാവശ്യം നല്ലൊരു നേത്രാവതി എക്സ്പ്രസ് എന്നിട്ടുള്ള ഒരു ട്രെയിനായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. അങ്ങനെ ഉള്ള യാത്ര ഒരു കുന്നും മലയും ഒക്കെ ആയിട്ട്, കൊങ്കൺ റെയിൽവേ എന്നൊക്കെ പറയും. പക്ഷെ എനിക്കതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം രാത്രി ആയപ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റാത്ത ഇതിൽ കുറേ ഗുഹയുടെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ട്രെയിൻ പോയിരുന്നത്. ഇത് അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങുള്ളൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ കുറേ പോയി. അങ്ങനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്ര ആണ് ഉദ്ദേശിച്ചത്. ഈ ടൈമിൽ അത് കിട്ടിയത് ഭാഗ്യം. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിലെ ഫുഡ് കണ്ടില്ലേ. നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ AC കോച്ചിൽ അവർ കൊണ്ടുവരും, അല്ലാതെയും വരും കേട്ടോ. അങ്ങനെ കേരളത്തിലെത്തിയപ്പോൾ പിന്നെ മഴ തുടങ്ങി, നല്ല മഴ. അപ്പോൾ നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയും ചെയ്യാം. ചെറിയ പൈസക്കൊക്കെ പോരാൻ പറ്റണവർ, വീട്ടിലറിയാലോ നമുക്ക് 250-300 ദിനാറൊക്കെയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത്. ഞാനെന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയതാണ്, അതും പറയണം. പിന്നെയും ടിക്കറ്റ് റേറ്റ് കൂടി നിൽക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെയും നമുക്ക് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ. പക്ഷെ നിങ്ങൾ പോരുമ്പോൾ AC കോച്ച് തന്നെ ബുക്ക് ചെയ്ത് വരണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും, ടയർഡാവും.
ഇപ്പം ഞാൻ വരുന്ന ഫ്ലൈറ്റിൽ കുവൈറ്റ് എയർവേസിൻ്റെ ഫ്ലൈറ്റിൽ വരണ ഒരാഴ്ച മുന്നേ 250 ദിനാർ 275 ദിനാറായിരുന്നു. 65 ദിനാറിന് എനിക്ക് കിട്ടിയ ടിക്കറ്റാണ് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ ഓപ്പൺ ആയെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള യാത്രകൾ നോക്കുക എല്ലാവരും. ചെറിയ ശമ്പളത്തിനൊക്കെ നിൽക്കണവർ അങ്ങനെ വരിക, എങ്ങനെയും വരാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ടാക്സിയിൽ ഓടിക്കുന്ന ഒരാളായിരുന്നു. കാരണം നമുക്ക് ടാക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കണം, കമ്പനി തരില്ല. അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് ഉള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പോകാൻ പറ്റുമെങ്കിൽ പോകാം എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. അപ്പം നല്ല ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള യാത്ര നമുക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പോകാൻ പറ്റും. അപ്പം ഒരു 2 ദിവസത്തെ മെനക്കേടുണ്ട്. ഒരു ദിവസം എന്തായാലും ട്രെയിനിലിരിക്കണം, 24 മണിക്കൂർ ട്രെയിനിൽ. അത് നമുക്ക് അവിടുന്ന് കയറി ഒരു രാത്രി ഉറങ്ങാം, പിറ്റേ ദിവസം കാഴ്ചകളൊക്കെ കണ്ട് വരാൻ പറ്റാവുന്ന രീതിയിലാണ്. അങ്ങനെ ഉള്ളൊരു യാത്ര, നല്ലൊരു യാത്രയായിരുന്നു. ഫുഡിനും ഒന്നും പ്രശ്നമില്ലല്ലോ. നമുക്ക് ട്രെയിനിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫുഡും നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് ഫുഡ് വാങ്ങാം. അല്ല, ട്രെയിനിനുള്ളിലും ഫുഡുകൾ വരും. അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ AC കോച്ചാകുമ്പോൾ നല്ലൊരു കംഫർട്ടായിട്ട് നമുക്കൊരു യാത്ര ചെയ്തിട്ട് നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം ആൾക്കാർ കയറില്ല അങ്ങനെ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞെന്ന് കാണിച്ചു തന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല കേട്ടോ. നമുക്ക് നല്ല കംഫർട്ടാണ്. ബോംബെ എയർപോർട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഹിന്ദിയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പേടിയില്ല. പിന്നെ നമ്മളതിൽ കുറച്ച് പൈസ ഇല്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി വേണമെങ്കിൽ കുറച്ച് പൈസ വെക്കുക. അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ പേ ഉള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ മതി. നമുക്കതാണ് ബെറ്റർ. ഗൂഗിൾ പേ ഫോണിലുണ്ടെങ്കിൽ അതാണ് സുഖം. അങ്ങനെ എത്തി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്താൻ പോണത്. 4 മണിക്കൂർ ട്രെയിൻ യാത്ര, അടിപൊളിയായിരുന്നു.